ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. നമ്മളിന്ന് ഒരു അടിപൊളി സേമിയ ഫ്രൂട്ട് കസ്റ്റർഡാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വീട്ടിലൊക്കെ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റമാണ്. അപ്പോൾ നല്ല സ്വാദിഷ്ടമായ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഈ സേമിയ ഫ്രൂട്ട് കസ്റ്റർഡ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യമേ തന്നെ ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 10 ബദാം, ഒരു 6 കാഷ്യൂ നട്ട്, ഒരു 6 പിസ്ത ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആകുമ്പോൾ ഒരു 100 ഗ്രാം വെർമിസെല്ലി സേമിയ അതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഈ സേമിയകളുടെ കളറ് ഒരു ഗോൾഡൻ നിറം ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. ഇനി നമുക്ക് ഈ ഒരു സമയമാകുമ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാം. നമുക്ക് ലാസ്റ്റിൽ ഡെക്കറേറ്റ് ചെയ്യാനാണ്. ബാക്കിയുള്ളതിലേക്ക് നമുക്ക് 1 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് 1 ലിറ്ററാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് അനുവദിക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളക്കട്ടെ. ആ സമയത്തേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് പാലൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൽ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ തിളച്ച് വരുന്ന പാലിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കസ്റ്റർഡ് പൗഡർ ചേർത്തുകൊണ്ട് തന്നെ ഇത് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ തുടരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. മിൽക്ക് മെയ്ഡ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ ചേർത്ത് കൊടുത്തുള്ളൂടെ ഒരു ടേസ്റ്റ് കാണും. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരും. ആ സമയം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ കസ്റ്റർഡ് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് നല്ല കുറുകി വരും. കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുക കേട്ടോ. ഒരു മണിക്കൂറോളം ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വെർമിസെല്ലിയുടെ ആ കൂട്ടിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ തണുപ്പിച്ച് വെച്ചിരിക്കുന്ന കസ്റ്റേർഡിൻ്റെ മിശ്രിതം, പിന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആപ്പിൾ, മുന്തിരിങ്ങ, പിന്നെ ഏത്തപ്പഴം, പോമഗ്രാനറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും മൂന്നാമത്തെ ലെയറായിട്ട് കസ്റ്റേർഡിൻ്റെ മിശ്രിതം ചേർക്കുന്നു. വീണ്ടും ഫ്രൂട്ട്സ്, ലാസ്റ്റിൽ നമ്മൾ നട്ട്സ് ഒന്ന് കുറച്ച് മാറ്റി വെച്ചിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി സേമിയ ഫ്രൂട്ട് കസ്റ്റേർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സേമിയയൊക്കെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് ഇപ്പോൾ എന്തും ആവാം കേട്ടോ. ഓമയ്ക്ക ഉണ്ടെങ്കിൽ, പഴുത്ത ഓമയ്ക്ക ഉണ്ടെങ്കിൽ അതെടുക്കാം. നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള എന്തും എടുക്കാം. അപ്പോൾ അടിപൊളി ഒരു ഫ്രൂട്ട് കസ്റ്റേർഡാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമ്മൾ ഈ ഷോപ്പിലൊക്കെ പോയി കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.